ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇപ്പോൾ 3 ക്ലാസ്സുകളായിട്ട് വളരെ ബേസിക്കായിട്ട് ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാം എന്നുള്ള ചെറിയ ചെറിയ ടിപ്സുകളാണ് പറഞ്ഞു വരുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് എത്രയും വേഗത്തിൽ കുറച്ച് വാക്കുകൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ മുമ്പുള്ള ക്ലാസ്സിൽ കണ്ടിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ, ഏറ്റവും അവസാനം എക്സർസൈസ് കൊടുത്തിരിക്കുന്നത് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇന്ന് നമ്മൾ പ്രധാനമായും 3 രീതിയിൽ വാചകങ്ങൾ ഉണ്ടാക്കാനാണ്. അതായത് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പറയാം. ഇപ്പം ഞാൻ നാളെ സ്കൂളിൽ പോകും എന്ന് പറയാണ്. അപ്പോൾ നാളെ എന്നുള്ളത് പോട്ടെ, ഞാൻ സ്കൂളിൽ പോകും എന്ന് പറയാണ്. അപ്പോൾ സാധാരണ ഇപ്പോൾ ഇത് കേൾക്കുന്നവരിൽ ഒരു 40% ആൾക്കാർക്കും അത് അറിയായിരിക്കും. പക്ഷേ ഇനി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞു പോകുന്നത് ഏറ്റവും ആദ്യം ഏറ്റവും ഈസിയസ്റ്റ് വേയിൽ നിന്നും, ഈസിയസ്റ്റ് ആയിട്ടുള്ള സിംപ്ലസ്റ്റ് ആയിട്ടുള്ള തിങ്സിൽ നിന്നും നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് പോകണം എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, ഞാനെന്നുള്ളത് ഐ ആണെന്നും പോവുക എന്നുള്ളതിന് ഗോ ആണെന്നും അറിയാം. ഞാൻ സ്കൂളിൽ പോകും എന്നുള്ളത് നമുക്ക് ഞാൻ പോകും എന്നത് എങ്ങനെ എഴുതാം എന്നാദ്യം നോക്കാം. അപ്പം ഞാൻ ഐ, പോകുക എന്നുള്ളതിന് ഗോ. അപ്പം ഈ ഐ എന്നതിനും ഗോയ്ക്കും ഇടയ്ക്കായിട്ട് വിൽ എന്ന ഓക്സിലിയറി വേർബ് എന്നാണ്. അതായത് അത് ഓരോ ഭാഷയിലും ഇപ്പം നമ്മൾ പോകുന്നു, പോയി, പോകും എന്ന് പറയുന്നതെല്ലാം ഡിഫറെൻ്റ് ആണല്ലോ. അതുപോലെ ഒരു വാക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയല്ല ഇംഗ്ലീഷിൽ, മറിച്ച് കുഞ്ഞ് ചെറിയ ഹെൽപ്പിംഗ് വെർബ്സ് അഥവാ സഹായക ക്രിയകൾ എന്ന് പറയുന്ന വാക്കുകളാണ് അവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പോകും എന്നത് ഐ വിൽ ഗോ എന്നാണ്. അപ്പോൾ എനിക്കും ഞാൻ എന്നതിനും ഗോ എന്നതിനും ഇടയ്ക്കായിട്ട് വിൽ ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്താവും? അത് ഞാൻ പോകും എന്നാവും. ഞാൻ വായിക്കുമെന്നാണെങ്കിലോ, വായന എന്നുള്ളതിന് റീഡ് എന്നാണ്. അപ്പം ഐ വിൽ റീഡ് എന്നാവും. അവൻ വായിക്കും എന്നാണെങ്കിലോ, അവൻ എന്നുള്ളതിന് ഹീ ആണ്. അപ്പോൾ അവിടെ എങ്ങനെ വരും? ഹീ വിൽ റീഡ്. ഓക്കെ, ഇനി അവൾ വായിക്കും എന്നാണെങ്കിൽ ഷീ വിൽ റീഡ്. നീ വായിക്കുമെന്നാണെങ്കിൽ യു വിൽ റീഡ്. അപ്പോൾ ഇവിടെ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ആ വാക്കുകൾ, അതായത് ഓരോ വെർബുകൾ എങ്ങനെയാണെന്നുള്ളത്, അതായത് ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടല്ലോ, ആ പ്രവൃത്തികൾക്കുള്ള വാക്കുകൾ എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അപ്പോൾ ഞാൻ എന്നുള്ളതിന് ഐയും പോകുക എന്നുള്ളതിന് ഗോയും ആയപ്പോഴത്തേന് ഞാൻ പോകും എന്ന് പറയുമ്പോൾ ഐ വിൽ ഗോ ആയി. ഞാൻ വായിക്കും എന്നാവുമ്പോൾ ഐ വിൽ റീഡ് ആയി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊരു ഭാഗം. ഇത് നമുക്ക് നിങ്ങൾ ഇനിയിപ്പം എഴുതുക എന്നുള്ളതിന് റൈറ്റ് ആണെങ്കിൽ അവിടെ ഞാൻ, അവൻ, അവൾ, അവർ എന്നുള്ളതിന് ദേ ആണ്. രാജ് അല്ലെങ്കിൽ ഷീല, ഇങ്ങനെ ഓരോ വാക്കുകൾ, എൻ്റെ അമ്മ, മൈ മദർ, എൻ്റെ സിസ്റ്റർ, മൈ സിസ്റ്റർ, ഇങ്ങനെ വാക്കുകൾ മാറ്റി ആ വിൽ ചേർത്തിട്ട് ഓരോ വെർബ് എഴുതുക എന്നുള്ളതിന് റൈറ്റ്, വായിക്കുക, റീഡ്, പോവുക, ഗോ, വരിക, കം, സ്നേഹിക്കുക, ലവ്, ഇങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കും, ഐ വിൽ ലവ് ഹിം ആണ് അവനെ എന്ന് പറയുമ്പം. ഓക്കെ, അങ്ങനെയുള്ള വാക്കുകൾ, കുഞ്ഞു വാക്കുകൾ ബന്ധപ്പെടുത്തി വരുന്ന തൊട്ടടുത്ത ക്ലാസ്സിൽ വരുന്നുണ്ട്. അതായത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വാക്കുകൾ പെട്ടെന്ന് പിടികിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ചെറിയ ടിപ്സുകൾ ഞാൻ തരുന്നുണ്ട്. ഇങ്ങനെ ടിപ്സുകൾ ഉൾപ്പെടുത്തിയ പേഴ്സണൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, ഓരോരുത്തർക്ക് മാത്രമായിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, അപ്പോൾ നമ്മൾ ഒരു ടൈപ്പ്, അതായത് പോകും, വരും, നിൽക്കും, ഇരിക്കും, കിടക്കും, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെ എങ്ങനെ പറയാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എനിക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ ഒരാൾ നിനക്ക് പഠിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ നിനക്ക് പോകാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പം എനിക്ക് പോകാൻ കഴിയും. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് അല്ലെങ്കിൽ ഞാൻ എന്നുള്ളതിന് ഐ ആണ്, പോകുക എന്നുള്ളതിന് ഗോയാണ്. അപ്പോൾ അവിടെ എനിക്ക് പോകാൻ കഴിയും എന്ന് പറയാൻ ഐ ക്യാൻ ഗോ എന്ന് പറയാം. ഓക്കെ, അതായത് ഐ ക്യാൻ ഗോ എന്ന് പറയുമ്പോൾ എനിക്ക് പോകാൻ കഴിയും. എന്നാൽ എനിക്ക് വായിക്കാൻ കഴിയും, വായിക്കുക എന്നുള്ളതിന് റീഡാണ്, ഐ ക്യാൻ റീഡ്. അവന് വായിക്കാൻ കഴിയും, ഹീ ക്യാൻ റീഡ്. അവൾക്ക് വായിക്കാൻ കഴിയും, ഷീ ക്യാൻ റീഡ്. രാജുവിന് വായിക്കാൻ കഴിയും, രാജു ക്യാൻ റീഡ്. അവർക്ക് വായിക്കാൻ കഴിയും, ദേ ക്യാൻ റീഡ്. നോക്കൂ, എത്ര എളുപ്പത്തിൽ 2 ടൈപ്പിൽ പഠിച്ചു. അപ്പം ഇവിടെ ഇനി ഇത് എനിക്ക് എഴുതാൻ കഴിയും എന്നാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ്.
റൈറ്റ് ആവും. എനിക്ക് പോകാൻ കഴിയുന്നതാണെങ്കിൽ ഐ ക്യാൻ ഗോ ആവും. എനിക്ക് വരാൻ കഴിയുന്നതാണെങ്കിൽ ഐ ക്യാൻ കം ആവും. നിനക്ക് പോകാൻ കഴിയുന്നതാണെങ്കിൽ യു ക്യാൻ ഗോ എന്നാവും. നിനക്ക് വരാൻ കഴിയും, യു ക്യാൻ കം. അപ്പം ഇങ്ങനെ വാക്കുകൾ പരസ്പരം മാറ്റി 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 നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നോക്കൂ, ആദ്യം നമ്മൾ പോകും എന്നത് പറഞ്ഞു, രണ്ടാമത്തത് പോകാൻ കഴിയും എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയേണ്ടത്, അതായത് ഇപ്പം എനിക്ക് പോകാൻ കഴിയും എന്നുള്ളതിനെ എനിക്ക് പോകാൻ കഴിഞ്ഞു എന്നാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പോകും, പോകാൻ കഴിയും, ഇത് രണ്ടും പറഞ്ഞു. ഇനി നമുക്ക് പോകാൻ കഴിഞ്ഞു എന്നാവണം. കഴിയുക എന്നുള്ളതിന് ക്യാനാണ് അല്ലേ, കഴിയും എന്നുള്ളതിന്. എന്നാൽ കഴിഞ്ഞു എന്ന് വരുമ്പോൾ അത് കുഡ് എന്ന് പറയും, കുഡ്. അപ്പോൾ എനിക്ക് പോകാൻ കഴിഞ്ഞു എന്ന് വരുമ്പോൾ ഐ കുഡ് ഗോ. അപ്പോൾ ഐ ക്യാൻ ഗോ എന്നുള്ളത് എന്തായി അവിടെ, ഐ കുഡ് ഗോ എന്നായി. പോകും എന്നുള്ളത് ഐ വിൽ ഗോ ആണ്. പോകാൻ കഴിയും എന്നാണെങ്കിൽ ഐ ക്യാൻ ഗോ ആണ്. പോകാൻ കഴിഞ്ഞു എന്നാണെങ്കിൽ ഐ കുഡ് ഗോ. അവൾക്ക് വായിക്കാൻ കഴിഞ്ഞു, ഷീ കുഡ് റൈറ്റ്. ഐ കുഡ് റൈറ്റ്, ഷീ കുഡ് റൈറ്റ്. അവൾക്ക് വരാൻ കഴിഞ്ഞു, ഷീ കുഡ് കം. ഓക്കെ, അവർക്ക് പഠിക്കാൻ കഴിഞ്ഞു, ദേ കുഡ് സ്റ്റഡി. അപ്പം അവിടെ നോക്കിക്കോളുക, അവിടെ വരുന്ന ഓരോ വാക്കുകളും നമ്മളിപ്പോൾ പറഞ്ഞ, അതായത് പ്രവൃത്തി ചെയ്യുന്ന ആളും എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിക്കും ഇടയിൽ ഓക്സിലിയറി വെർബ് അഥവാ ഹെൽപ്പിംഗ് വെർബ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലും സെൻറ്റൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് പറയൂ, എനിക്ക് ഞാൻ സ്നേഹിക്കും എന്നാണെങ്കിൽ ഐ വിൽ ലവ്. ഞാൻ സ്നേഹിക്കും, ഐ വിൽ ലവ്. അവനെന്നാണെങ്കിൽ ഹിം, ഐ വിൽ ലവ് ഹിം. ഓക്കെ, എനിക്ക് സ്നേഹിക്കാൻ കഴിയും, ഐ ക്യാൻ ലവ്. എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞു, ഐ കുഡ് ലവ്. അവൻ പഠിക്കും എന്നാണെങ്കിൽ ഹി വിൽ സ്റ്റഡി. അവൻ പഠിക്കാൻ കഴിയും, ഹി ക്യാൻ സ്റ്റഡി. അവന് പഠിക്കാൻ കഴിഞ്ഞു, ഹി കുഡ് സ്റ്റഡി. ഓക്കെ, ഇനി നോക്കൂ, അവർ പോകും, ദേ വിൽ ഗോ. അവർക്ക് പോകാൻ കഴിയും, ദേ ക്യാൻ ഗോ. അവർക്ക് പോകാൻ കഴിഞ്ഞു, ദേ കുഡ് ഗോ. ഇപ്പോൾ നോക്കൂ, ഈ വില്ല്, ക്യാന്, കുഡ്, ഇത് മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഇത് നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് ജോലിക്ക് പോകുമ്പോൾ ഓരോ വാക്കുകളും മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് അതിനെ ഓരോ സെൻറ്റൻസ് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ എക്സർസൈസാണ്. അപ്പോൾ അവിടെ എക്സർസൈസ് നിങ്ങൾ ഓരോന്നും കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ, ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ടൈപ്പ് ചെയ്യുക. തീർച്ചയായും അതിൻ്റെ എല്ലാം ആൻസേഴ്സ് ഞാൻ നൽകുന്നതായിരിക്കും. അതുപോലെ ആദ്യമൊക്കെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന എക്സർസൈസ് ചെയ്യുകയും പേഴ്സണൽ ഓൺലൈൻ ക്ലാസ്സിലേക്ക് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുക. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആ കുട്ടി എന്നുള്ളതിന് ചൈൽഡെന്നോ ബോയിന്നോ ആ ആൺകുട്ടി എന്നായിരിക്കും, ആൺകുട്ടി പോകും. ഓക്കെ, രണ്ടാമത്തത് അവന് പഠിക്കാൻ കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ, രാജുവിന് നീന്താൻ കഴിയും. നീന്തുക എന്നുള്ളതിന് സ്വിമ്മാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി സംസാരിക്കും, സ്പീക്കാണ്. അടുത്തത് ടീച്ചർ ശിക്ഷിക്കും, പണിഷാണ്, ശിക്ഷിക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക. ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.